ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഉണ്ടാക്കുന്നത് ചൂരമീനില്ലേ, വെള്ള ചൂരമീൻ. അതുകൊണ്ടൊരു അച്ചാറാണ്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിന് ശേഷം നമ്മൾ നല്ല സുർക്കയിലും ഉപ്പിലൊക്കെ ഇട്ടുന്ന അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, 3/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതൊക്കെ ഇട്ട് നന്നായിട്ട് കുഴച്ചേക്കുക. കാശ്മീരി ചില്ലി മുളകും പൊടി കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കട്ടോ. ഇത് കാശ്മീരി ചില്ലിപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്, അധികം എരിവ് വേണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ നല്ല ചെറിയ ചീനാത്തുമുളക് ഉണ്ടല്ലോ, നമ്മളെ നല്ല വെള്ളമുളക്, അതിട്ടിട്ടാണ് ഉണ്ടാക്കണത്. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അത് പൊരിച്ചെടുക്കുക, നന്നായിട്ട് ഒരുവിധം മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം 1.5 കുട ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ 3-4-5 വലിയ കഷ്ണം ഇഞ്ചി, 3-4 കഷ്ണങ്ങൾ, പിന്നെ കരിവേപ്പിൻ്റെ ഇല, പിന്നെ വെളുത്തുള്ളി, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതിലിട്ടിട്ട് നന്നായിട്ട് അരയാതെ എടുക്കണേ, പൊടിച്ചാൽ മതി. അത് നന്നായിട്ട് ചതക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മളിത് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് പൊരിച്ചെടുക്കുക. ഈ മീൻ കഷ്ണങ്ങൾ പൊരിച്ചെടുത്തതിന് ശേഷം അത് ഒരുവിധം മൂത്തുന്നുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് പൊട്ടിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, പിന്നെ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക, വറുത്ത് പൊടിച്ച ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പൊടിച്ച ഇതുണ്ടല്ലോ മസാല, അത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മൂപ്പിക്കുക. ഇഞ്ചി വെളുത്തുള്ളി കരിവേപ്പിൻ്റെ ഇല അതൊക്കെ ഉള്ളത്. ഇതിന് ചീനാത്തുമുളക് ഒരു 10 ഉണ്ടാവും കേട്ടോ, നല്ല എരിവിന് ആവശ്യമായിട്ട്. ഇത് കാശ്മീരി ചില്ലിപ്പൊടി എരിവുണ്ടാവില്ലല്ലോ. ഇങ്ങനെ കണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് സബ്സ്ക്രൈബ് ലൈക്ക്. നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറാട്ടോ. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അതിന് ആവശ്യത്തിനുള്ള ഉപ്പിടുക. പിന്നെ നമ്മളൊരു 300 ഗ്രാം പിന്നെ സുർക്ക ഒഴിക്കുന്നുണ്ട്. സുർക്ക ഇതിലേക്ക് വേണം, വെള്ളം ഒഴിക്കരുതിട്ടാൽ. പിന്നെ ആവശ്യത്തിന് പിന്നെ നമുക്ക് ഒരു രുചി നോക്കിയതിന് ശേഷം പിന്നെ ഉലുവപ്പൊടി കുറവാണെങ്കിൽ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ ശേഷം നമുക്ക് തിളച്ചെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വറുത്ത് കോരി മീനുണ്ടല്ലോ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക, ഒന്ന് വറ്റിച്ചെടുക്കുക. ആവശ്യം ഉപ്പില്ല എന്നുണ്ടെങ്കിൽ